അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും മക്കൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോളെ പേരാണ് യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുന്നത്. എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ്. പഴയ ഫാമിലി എൻ്റെ കൂടെ കുറേ പേരെയും കൂടെ കിട്ടി. അൽഹംദുലില്ലാഹ് സന്തോഷം. എനിക്ക് നല്ല ഫാമിലീസിനെയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞ് പുതിയ സബ്സ്ക്രൈബറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത്. ഇത് വാടക വീടാണ്. പിന്നെ ഇവിടെ ഞാനും എൻ്റെ മക്കളുമാണ് താമസിക്കുന്നത്. ഞാൻ ഇപ്പോഴുള്ള ജോലി റബ്ബറും പാലെടുപ്പാണ്. രാവിലെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് പോകും. ശനി ഞായറും എനിക്ക് മദ്രസയിൽ മോളെ വിടാൻ പറ്റൂല. വീടിൻ്റെ പണി ഏകദേശം ഇനി പഴയ വീടിൻ്റെ കതവുകളൊക്കെയാണ്, അതൊന്ന് പോളിഷ് ചെയ്ത് പെയിൻ്റ് അടിക്കണം. ബാക്കിയൊക്കെ പെയിൻ്റ് അടിച്ചാൽ മതി. ഫ്രണ്ട് കതവ് പിന്നെ ഇനി ഇടേണ്ടുള്ളത് തറപ്പണി ഇടണം. പിന്നെ ഫ്രണ്ടിലൊരു ഗ്രില്ല്, പിന്നെ പ്ലംബിങ്ങിൻ്റെ പണിയെല്ലാം നടക്കണം. കറണ്ട് കിട്ടണം. പിന്നെ മുകൾ ഭാഗം കുറച്ച് പൂശാനുണ്ട്, അത് പൂശണം. പിന്നെ ബേക്ക് സൈഡൊന്നും പൂശാനുള്ള സാമ്പത്തികം ഇല്ല. ഇവൾക്ക് ഈ അഡ്നോയിഡിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട്, ഈ അലർജി പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് അകത്തെ പണി അങ്ങ് പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചത്. അൽഹംദുലില്ലാഹ് നിങ്ങളെ സഹായങ്ങൾ എനിക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇനിയും ബുദ്ധിമുട്ട്, കാരണം ഈ വീടിൻ്റെ ആവശ്യത്തിന് എനിക്കൊരു 50,000 രൂപയുടെ ബാധ്യതയുണ്ട്. അത് തീർന്നിട്ടില്ല. അത് കടമറിക്കുകയാണ് ചെയ്തത്. അപ്പം അതും ഒന്ന് തീരണം. ഇത് കാര്യങ്ങളൊക്കെ നടക്കണം. നമ്മൾ വിചാരിക്കും പോലെ റബ്ബ് കാര്യങ്ങൾ നടത്തണമെങ്കിൽ അവൻ്റെ തീരുമാനം കൂടെ വേണം. റബ്ബറിയാതെ നമുക്കൊന്നും വരില്ല. പിന്നെ യൂട്യൂബ് ചാനലിൽ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്. ആരെങ്കിലുമൊക്കെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ഇതുവഴി ചെയ്യും. പിന്നെ എനിക്ക് ഇതുവരെ ഡോളറൊന്നും കയറി തുടങ്ങി, പകുതി ഇങ്ങനെ ആയി നിൽക്കുന്നതേ ഉള്ളൂ. 50 കഴിഞ്ഞു ഡോളർ. പിന്നെ ഇനി എന്ന് വരുമാനം കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരുപാട് പേര്, നല്ല സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അൽഹംദുലില്ലാഹ് ഞാൻ ഒരുപാട് പേർക്ക് വീഡിയോ, അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയുള്ള കുറച്ച് പേർക്ക് ഞാൻ വീഡിയോ ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് സന്തോഷം. അവരൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു കൂടപ്പിറപ്പിനെ പോലെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ എന്നും 1-2 ഞാൻ വിളിക്കും. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? നാളെ പണി കാണും, നല്ല വെയിൽ ഇപ്പോഴും. പിന്നെ റബ്ബർമാരെടുക്കാൻ നേരത്ത് ഞാൻ ശനി ഞായറൊക്കെ മിക്കുള്ള ദിവസങ്ങളിലും ഇവരെ നോക്കാൻ ആരും കാണുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെ കുട്ടിയുടെ കാര്യം, വയ്യാണ്ടായിപ്പോയാൽ 3 പേർക്ക് വയ്യാണ്ടാവുന്ന അവസ്ഥ വരും. അപ്പോഴത്തേക്ക് അവർക്കൊരു ജലദോഷം വന്നാൽ ഇവർക്ക് പെട്ടെന്ന് പിടിക്കും. ഇവർക്ക് ജലദോഷം വന്നാൽ വലിയ വിഷയമാണ്. ചെവിയൊക്കെ ഭയങ്കര ഇൻഫെക്ഷനായി പൊട്ടിയൊക്കെ വന്ന സമയങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈ 1 വർഷം കൊണ്ട് കുറച്ച് കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് വന്നാലും എനിക്ക് ഈ മക്കൾക്ക് താങ്ങാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്നെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, മുൻ വീഡിയോസ് ചെക്ക് ചെയ്താൽ. അതിനൊന്നും ചിലപ്പോൾ അവർക്ക് സമയമൊന്നും കിട്ടില്ല. അപ്പം ഞാൻ ഓടിച്ചിട്ട് പറയാം. എനിക്ക് ഭർത്താവില്ല. ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് 2 മാസം കഴിഞ്ഞ്. അദ്ദേഹം ഗൾഫിൽ പോയതിന് ശേഷം പുതിയൊരു ബന്ധത്തിലോട്ട് പോയതാണ്. നമ്മുടെ ഇസ്ലാമിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇനി പറയുന്നില്ല. അദ്ദേഹം മരണപ്പെട്ടിട്ട് റബീഉൽ അവ്വൽ 1 ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ചൊക്കെ ഇനി കൂടുതൽ എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ വയ്യാണ്ടായി പോവും. ഇപ്പം തന്നെ ഒരുപാട് വയ്യാണ്ടായി, വിഷാദ രോഗഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഓക്കെ ആയിട്ട് വരണതേ ഉള്ളൂ. ആര് വീഡിയോസ് കണ്ടാലും ആര് കരഞ്ഞാലും കൂടെ കരയുന്നതൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മോള്, അതായത് നമുക്ക് മൂത്തതൊരു മകളാകുമ്പോൾ ഇവള് വളർന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ രക്ഷകർത്താക്കൾ മാറും. ചിലപ്പോൾ ഒരു പക്ഷേ ആൺകുട്ടികൾ വളരുമ്പോൾ നമുക്കറിയില്ല. പെൺകുട്ടി വളരുമ്പോഴാണ് ഉമ്മമാരൊക്കെ ചേഞ്ചിങ് ആയി വരേണ്ടത്. കാരണം നമ്മളിനി എങ്ങനെ ജീവിച്ചാലും സമൂഹത്തിലെ എല്ലാ ഉത്തരങ്ങൾക്കും കൊടുത്തിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കണം. എത്ര ഇനി ഞാൻ നന്മ പറഞ്ഞാലും എന്നെ ദുഷിപ്പ് പറയുന്നവരുമുണ്ട്. അതാണ് ജനങ്ങളുടെ നാവ്. നന്മ പറഞ്ഞ ആ നാവ് കൊണ്ട് തന്നെ തിരുത്തി തിന്മയും പറയും, നന്മയും തിന്മയൊക്കെ പറയും. അതാണ് നമ്മൾ മനുഷ്യർ. ഞാനും പറയും. ഞാനും സ്ത്രീകൾ പൊതുവിൽ പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് കൂടുതലും മറ്റുള്ളവരെ കാര്യം പറയുന്നവരാണ്. കാരണം അത് അങ്ങനെയാണ്. 2 പെണ്ണ് ചേർന്നാൽ അവിടെ ഒരു നുണയുണ്ടാകും. പക്ഷേ എല്ലാവരുമല്ല, കുറച്ച് ആൾക്കാർ. എനിക്ക് സമൂഹത്തിൽ നിന്ന് നേരിടാൻ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ പേരിലും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിലുപരി എനിക്ക് സന്തോഷമുണ്ട്. കാരണം എവിടെയോ ഇരുന്ന ഞാൻ ഒരുപാട് പേരെ മനസ്സിലാക്കാനും അവരെ മനസ്സിൽ എനിക്ക് മക്കളേക്കും വേണ്ടി ദുആ ചെയ്യാനും ഉണ്ടായിട്ടുണ്ട്. മസ്റൂറായി ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? പിന്നെ എനിക്ക് ഇവരേ ഉള്ളൂ. കാരണം ഇവർക്ക് ഞാനും. ഇവർ ചിലർ പറയും, നിന്നെ മക്കൾ വളർന്നാൽ ചിലപ്പോൾ നോക്കില്ല. നോക്കണ്ട,
എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ കടമയാണ് എൻ്റെ മക്കളെ വളർത്തിവിടുക. പൂച്ചയും കാക്കയൊന്നുമല്ല അങ്ങ് കളയാൻ. ഞാൻ പറക്ക മുറ്റിക്കും വരെ ഞാൻ അവർക്കൊരു ഭാവി എത്തിച്ചു കൊടുക്കും ഇൻഷാ അല്ലാ. അത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ എൻ്റെ ആയുസ്സിന് ഉണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെടും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീട് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാർച്ച് ഫെബ്രുവരി ആകുമ്പോൾ പാലെടുപ്പ് നിൽക്കും. റമദാനിക്ക് എന്ന് കാണാൻ ഇല കൊഴിയുന്ന സമയമായി തുടങ്ങി. അപ്പം ഇൻഷാ അല്ലാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്വയം തൊഴിൽ നോക്കും. നോക്കാണ്ടൊന്നും ഇരിക്കാൻ പറ്റൂല. കാരണം ഇവരെ 3 പേരെ വളർത്തണ്ടേ. നമ്മൾ യൂട്യൂബ് ഞാനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 11 മിനിറ്റ് ഇടുന്ന വീഡിയോയാണ്. അതിൽ ഏണിങ്സ് ഒക്കെ കയറുന്നത് ചിലപ്പോൾ പോയിൻ്റൊക്കെയാണ് കയറുന്നത്. നിങ്ങൾ മൊത്തം ഒന്ന് കാണണം. കാരണം ഇതും ഞാൻ ഒരു തലത്തിൽ നിങ്ങളുടെ സഹായം ചോദിക്കുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് കിട്ടുള്ളൂ. കാരണം ഇവരെ 3 പേരെ പറക്ക മുറ്റിക്കണം. പൊടിക്ക് 3 പൂർത്തിയായി 4 തുടങ്ങി കഴിഞ്ഞ മാസം 20-ാം തീയതി. പിന്നെ മുഷ്താഖ് മോൻ എനിക്ക് എല്ലാവരെക്കാട്ടി കൂടുതൽ അവനെ കെയർ ചെയ്യണം, അവനെ പഠിപ്പിക്കണം. അവനെ എനിക്ക് കളയാൻ പറ്റില്ല. നമ്മൾ ആര് ആണെങ്കിലും നമ്മൾ മക്കളെ നല്ല കണക്ക് പരിഗണിച്ച് സ്നേഹിച്ച് അവർ ഉറപ്പായി നമ്മളെ സ്നേഹിക്കും. ഞാൻ ഒരുപാട് രീതിയിൽ ദുഃഖങ്ങൾ അനുഭവിച്ച സ്ത്രീയാണ്. ഒരുപാട് എല്ലാവർക്കും ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ദുഃഖം. ഞാൻ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഞാൻ ഇവിടം വരെ എത്തി. ഈ വീടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷ സമാധാനം. കാരണം എൻ്റെ ഉമ്മ വാപ്പ അവിടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം. എനിക്ക് മക്കളെ ഇതുപോലെ പൂട്ടിയിരുത്തിയിട്ടും അങ്ങനെ എന്നും പോകണ്ട. പിന്നെ നിങ്ങളുടെ സഹായം എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിയേ. എൻ്റെ ഈ വീട് അല്ലെങ്കിൽ എനിക്ക് 3500 രൂപ വാടക, എങ്ങനെയായാലും എല്ലാം കൂടെ ഒരു 10-15,000 രൂപ മാസം വേണം. മക്കളെ ഹോസ്പിറ്റൽ വാടക, EMI, പിന്നെ ചിട്ടി. അൽഹംദുലില്ലാ അടുത്ത മാസം കൂടെ ആകുമ്പോൾ ചിട്ടി തീരും. എൻ്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ മുൻ വീഡിയോസിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ തള്ളിക്കളയാണ്ട് സഹായിക്കണം. കാരണം ഈ മാസം തന്നെ 10-ാം തീയതി വരെ നല്ലൊരു എമൗണ്ടാണ്. പിന്നെ മക്കളുടെ സ്കൂളിൽ പെൻസിലായാലും വീട്ടുചിലവായാലും തേങ്ങ വരെ ഇപ്പോഴത്തെ വില എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഞാൻ എൻ്റെ വീടിനൊരു ബറക്കത്തുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമോ? ഒരാളെ പൈസയല്ല, ഒരുപാട് പേരെ പൈസയാണ് എൻ്റെ വീട്. പിന്നെ ഇനിയിപ്പോൾ ദാ മസ്റൂറാക്ക് നല്ല മുടി നീളം, പക്ഷേ കനമില്ല, നല്ല നീളമുണ്ട് മുടിക്ക്. അതെല്ലാം ഇനി വെട്ടണം. പിന്നെ മക്കൾക്കൊക്കെ കുറച്ച് വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ മേടിക്കണം. ഡ്രസ്സൊന്നും ഇല്ല. പിന്നെ മക്കൾക്ക് മഴ പിടിച്ചാലൊന്നും ഇടാനില്ല, എല്ലാം ചെറുതൊക്കെ ആയിപ്പോയി. ഉടുപ്പ് മാത്രം എല്ലാം ഉണ്ട്, തോനെയും പാൻറ്റുകളൊന്നുമില്ല. അതെല്ലാം ഇനി മേടിക്കണം. ചട്ടിയും കലം എല്ലാം മേടിക്കണം. മക്കൾക്ക് ഇഡ്ഡലി കഴിക്കാനും ദോശയുടെ പാത്രമുണ്ട്, ഇരുമ്പ് ചട്ടിയുണ്ട്. ബാക്കിയെല്ലാം കഴിക്കുക. ഇഡ്ഡലി ഇടിയപ്പമൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുള്ള പാത്രം ഒന്നുമില്ല. ഇപ്പോൾ പുട്ടവിക്കുന്ന ഇതുണ്ടല്ലേ, മറ്റേ ചിരട്ടപ്പുട്ട് കുക്കറിൻ്റെ മണ്ടയിൽ, അതിപ്പോൾ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ പുട്ടവിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഒരു സൈഡിൽ കൂടെയൊക്കെ ഞാൻ ശരിയാക്കി വെച്ച്. അൽഹംദുലില്ലാ എൻ്റെ കഷ്ടപ്പാട് ഈ വീടോ ആവുന്നതോടുകൂടി എല്ലാവരും പറഞ്ഞു പകുതി മാറും, പകുതിയല്ല 3/4 ഭാഗം മാറും. അൽഹംദുലില്ലാ എനിക്ക് സമാധാനമുണ്ട്. സ്വന്തം വീടെന്നെങ്കിലും പറഞ്ഞ് കഞ്ഞിയാണെങ്കിലും വെച്ച് കയറി കിടക്കാമല്ല. പിന്നെ റമദാനൊക്കെ ആയ അരിയൊക്കെ എനിക്ക് കിട്ടും. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചാൽ എനിക്കൊരു 3-4-5 മാസം കുടിക്കാനുള്ള അരിയൊക്കെ കിട്ടും. പിന്നെ അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണുണ്ട്. വെറുതെ ഞാൻ വന്നിട്ട് തുടങ്ങിയ ചാനലല്ല, എൻ്റെ പ്രാരാബ്ദം കൊണ്ടിട്ട് തുടങ്ങിയതാണ്. ഈ പെൺകുട്ടീനെയും ഈ മക്കളെ 2 പേരെയും എനിക്ക് വളർത്തണം എന്നൊരു നീയത്തിൽ. ആരെ മുമ്പ് കൈ നീട്ടേണ്ടി വന്നാലും നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിച്ച് എൻ്റെ വീടിന് വേണ്ടി നിങ്ങൾ സഹായിച്ചവരുണ്ട്, ഇല്ലാതെ വീഡിയോ കണ്ട് സഹായിച്ചവരുണ്ട്. അങ്ങനെ എത്ര പേര് ദുആ ചെയ്യുന്നവരുണ്ട്. എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ നിങ്ങൾ ഈ നല്ല കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ. എൻ്റെ മസ്റൂറ ഫാത്തിമ എന്ന് പറയണത് ചാനൽ ഇപ്പോൾ കുറച്ചൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ല, എൻ്റെ ഭർത്താവിൻ്റെ ആ മരണത്തിൻ്റെ വീഡിയോസ് കൂടി അത് 1 ലാഖ് മേലിൽ കണ്ട്. അതോടുകൂടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി. ഒരുപാട് സമയങ്ങളിൽ പതറിപ്പോയിട്ടുണ്ട്. 1 രൂപയ്ക്ക് നിവർത്തിയില്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഞാൻ ഇപ്പോൾ പറയുന്നു, മനസ്സിൽ തട്ടി അൽഹംദുലില്ലാ എന്നാണ് ഞാൻ പറയണത്. പിന്നെ ഇൻഷാ അല്ലാ എൻ്റെ ഉമ്മച്ചിമാരെ 40 ആവാറായി. പിന്നെ എൻ്റെ ഇത്താമാരെ ദുആ ഉണ്ട്, എൻ്റെ സഹോദരങ്ങളെ ദുആ ഉണ്ട്, എൻ്റെ അനിയന്മാരെ ദുആ ഉണ്ട്, എൻ്റെ കൂടപ്പിറപ്പ് എല്ലാവരും എനിക്ക് കൂടപ്പിറപ്പുകളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് ചാനൽ കുറേ പേരെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ അവരെയും കണ്ടൊന്ന് സഹായിക്കണം. നമ്മൾ മെയിനായിട്ട് യൂട്യൂബിൽ വരണമെങ്കിൽ എന്താണ് നിവർത്തി. ഇതും വലിയ രീതിയിൽ കഷ്ടപ്പാടാണ്. ഇപ്പോൾ എത്ര വീഡിയോ ഇട്ടിട്ടാണെന്നറിയാമോ എനിക്കിത് ശരിയായത്? അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് എനിക്ക് തോട്ടത്തിൽ പോകണോണ്ട് വെള്ളമൊന്നും കുടിക്കാൻ ഈ ചൂടും കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുമുണ്ട്.
അപ്പോൾ ശരി, നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇനി മസ്റൂറയൊക്കെ കിടത്തിട്ട് ഇപ്പോഴിത്രയൊക്കെ ഉള്ളൂ ചാനൽ. നാളെ എനിക്കൊരാൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഇനിയിപ്പോൾ പറയാൻ ഞാൻ മുൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചാനലൊന്ന് ഇങ്ങനെ ഇത്തിരി ഒന്ന് ക്ലിക്ക് ആവട്ടെ എന്ന് വിചാരിച്ചൊരു വരുമാനം കിട്ടട്ടെ പടച്ചോനെ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സലാം പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും.